ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അലിൻ ജോസ് പെരേര ഇവനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. മുമ്പ് ഒരുപാട് 2-3 തവണ വീഡിയോസ് ചെയ്തതായിരുന്നു. പക്ഷെ വേണ്ട എന്ന് കരുതി നിന്നതായിരുന്നു. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവൻ്റെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞ വാക്കുകളാണ് ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത്. വേറൊന്നുമല്ല, ഇവനെ സമൂഹം ഒരു കോമാളിയായിട്ടാണ് കാണുന്നത്, ഇവനൊരു കോമാളിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നെല്ലാം അവനിക്ക് അറിയാമത്രേ. അത് മാത്രമല്ല, ഇവനിക്ക് ഒരുപാട് ജോലി ചെയ്യണം, പുറത്തു പോയി ജോലി ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് സാധിക്കാത്തത് എന്നൊക്കെ അവൻ തള്ളി വിടുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചൊറി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇവന് ഒരു ആറാട്ടണ്ണനേക്കാൾ അരപ്പരി ലൂസാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആറാട്ടണ്ണൻ ഒരു അഭിമുഖം വരികയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാറുണ്ട്. വൈകുന്നേരമാണ് പുള്ളിക്കാരൻ കഴപ്പ് തുടങ്ങുന്നതെങ്കിലും അതുപോലെയല്ല ഇവൻ. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്ന പേരിലുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം അത് ഫേക്ക് ആണെന്നുണ്ടെങ്കിലും അതിനെതിരെ കുറച്ച് റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഇവൻ പറഞ്ഞത്, എനിക്കൊരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ 50,000 രൂപയെങ്കിലും കിട്ടാറുണ്ട് എന്നുണ്ടെങ്കിലാണ്. അത് എവിടെയാണെന്ന് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് 50,000 കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒന്നും കൂടി മരത്തിലിറങ്ങി ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് വെറും 5,000 റുപ്യക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ തള്ളി മറിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു പ്രധാന ഒരു പരിപാടി.